ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാനോയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം, അതായത് മത്തൻ കൃഷി. അതായത് എല്ലാവർക്കും മത്തൻ കൃഷിയെക്കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ മത്തൻ കൃഷി ചെയ്യുമ്പോൾ പലരും പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, മത്തൻ കാ വീണ് കഴിയുമ്പോൾ അത് ഇതേമാതിരി പഴുത്തങ്ങ് പോകുന്നു. കണ്ട, കാ വീണ് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതേമാതിരി പഴുത്തു പോകുന്നു. ഇത് ആൺപൂവാണ്, ഇതൊക്കെ ആൺപൂവാണ്. ഇത് പെൺപൂവാണ്. ഇതിനൊന്നും ഇപ്പോൾ ഇതുവരെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത് പോകുന്നത് എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടോ, ഇതാണ് നമ്മുടെ മത്തൻ. അതായത് നമ്മൾ ഒരുപാടൊന്നും വെച്ചിട്ടില്ല, ഒരു 3 ചുവട് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മത്തൻ ഒരുപാട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ പടർന്ന് പന്തലിച്ച് പോകുന്നൊരു പച്ചക്കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം കായും ഉണ്ടാകും. കണ്ട, പൂത്ത് നിൽക്കുന്ന കണ്ട, പൂവൊക്കെ ധാരാളമായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്ന വിഷയം എന്ന് വെച്ചാൽ ധാരാളം പൂവ് ഉണ്ടാകുകൊണ്ട് കായൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം പൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ചില പരിഹാര മാർഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മത്തയിൽ ഉണ്ടാകുന്ന മത്തനെ പോലെ തന്നെ പീച്ചിൽ പടവളമൊക്കെ കൂടുതൽ അതിലുണ്ടാകുന്നതെന്ന് വെച്ചാൽ ആൺപൂക്കളാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ആദ്യം ഉണ്ടാകുന്നതും ആൺപൂക്കൾ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, നമുക്കൊരു ക്രോസ് പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ കായ കേടുകൂടാതെ നമുക്ക് പൊഴിഞ്ഞു പോകാണ്ട് കായ നമുക്ക് സംരക്ഷിച്ച് എടുക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ട, ഇഷ്ടംപോലെ ആൺപൂക്കളാണ്. അല്ല, മുട്ടായിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് പെൺപൂക്കളും ചെറിയ കായൊക്കെ ആയിട്ട്. അപ്പോൾ ആൺപൂക്കൾ എന്ന് പറഞ്ഞാൽ വെറും പൂവായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും. പെൺപൂക്കൾ എന്ന് പറയുന്നത് അതിൻ്റെ പൂവിന് താഴെയായിട്ട് അതിന് കായ ഉണ്ടാകും. അപ്പോൾ അതാണ് പെൺപൂ. ഏറ്റവും കൂടുതൽ നമ്മൾ പെൺപൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല പൊട്ടാസിക് വളങ്ങളോ, അതായത് ചാണക സ്ലറിയോ അല്ലെങ്കിൽ ചാരമൊക്കെ മിക്സ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്ന് ധാരാളം പെൺപൂക്കൾ ഉണ്ടാകും. പെൺപൂക്കൾ നമ്മൾ കൂടുതൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കായ കൂടുതൽ കിട്ടത്തുള്ളൂ. ക്രോസ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരെണ്ണം പോലും പോകാതെ നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ക്രോസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സാധാരണ രാവിലെ സമയങ്ങളിലാണ് ക്രോസ് ചെയ്യാൻ പറ്റിയ സമയം. അതായത് രാവിലെ ആയിരിക്കും ഈ പെൺപൂവും ആൺപൂവും ഒക്കെ വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മളൊരു 6 മണിക്ക് ശേഷമൊക്കെ, ഒരു 7 മണിക്കൊക്കെ മുമ്പേ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു ആൺപൂ, വിരിഞ്ഞു നിൽക്കുന്ന ഒരു ആൺപൂ നമ്മൾ നുള്ളിയെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പെൺപൂവിൻ്റെ വിരിഞ്ഞു നിൽക്കുന്ന പെൺപൂവിൻ്റെ ഉള്ളിൽ ആ പൂൺ പൊടി ഇങ്ങനെ കുടഞ്ഞ് അങ്ങനെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വേണമെങ്കിൽ ആ പൂവ് അതുമേ വയ്ക്കുന്നതിന് ദോഷമൊന്നുമില്ല. അപ്പോൾ ശരിക്കും തന്നെ ക്രോസ് ആകും. അപ്പോൾ നമുക്ക് ഒരെണ്ണം പോലും നമുക്ക് കായ നഷ്ടപ്പെടാണ്ട് നമുക്ക് എല്ലാ കായും നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ഇത് കണ്ട, നല്ല ആരോഗ്യത്തിൽ അല്ലേ നമ്മുടെ ചെടിയൊക്കെ പടർന്ന് നിൽക്കുന്നത്. ഇത് മത്തൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത് നിലത്ത് പടർന്നിങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ വേണമെങ്കിൽ നമുക്ക് വല്ല കമ്പ് വെച്ചിട്ടോ വല്ല ചുള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ പന്തലിട്ട് മുകളിലോട്ട് ചെറിയ രീതിയിൽ കയറ്റാം. പക്ഷെ അന്നേരം നമുക്ക് അത് മത്തങ്ങ താങ്ങി നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വെയിറ്റ് കൂടുതലാണല്ലോ മത്തങ്ങ. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഇതേമാതിരി പോളിനേഷൻ നടത്തിയേക്കണുണ്ട്. ആ പൂവിൻ്റെ ഉള്ളിലാണ് നമ്മളിത് ചെയ്തേക്കണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാ പോലും നമുക്ക് നഷ്ടപ്പെടാണ്ട് നമുക്ക് സംരക്ഷിച്ച് കായനെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. ധാരാളം ആൺപൂക്കളാണ്. ഇപ്പോൾ ഇതിനകത്ത് ആൺപൂക്കളാണ് കൂടുതലുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും പെൺപൂക്കളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചാണകപ്പൊടി അതുപോലെ കൂടുതൽ ഓരോ മുട്ടിനും ഇങ്ങനെ നമ്മളിങ്ങനെ വളം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേര് പിടിച്ചിട്ട് നന്നായിട്ട് വളർന്ന് ഇഷ്ടംപോലെ കായ ഉണ്ടാകും. അപ്പോൾ കായ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എല്ലാ ചെടിക്കും ഇതുപോലെ പോളിനേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ക്രോസ് പോളിനേഷൻ എന്നുവെച്ചാൽ ഒരു മത്തയിൽ തന്നെ ഒരു 5-6 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് അങ്ങ് ഓട്ടോമാറ്റിക്കലി എല്ലാം അങ്ങ് റെഡിയായി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ.
അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മത്ത ഉണ്ടെങ്കിലൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും മത്ത കൃഷി നല്ല ലാഭം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു.